മീര, ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ മെയിൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിഥികളെ വിളിക്കാനും അവരുടെ പെർഫോമൻസ് വിശേഷങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. അപ്പോൾ ഇന്നും അതിന് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും എന്ന് ഞാൻ പറയുന്നു. കാരണം എന്താ പറയുക, നമ്മൾ ഒരു ചാർലി സ്റ്റൈലിലുള്ള പാർവതിയുടെ ക്യാരക്ടർ ഇല്ലേ, അതേപോലത്തേക്കുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. എന്തായാലും നമുക്ക് വീഡിയോ പ്രൊഫൈൽ കാണാം, അപ്പോൾ മീരയ്ക്കും അത് മനസ്സിലാവും എന്താണെന്ന്. നോക്കാം. നമുക്കൊരിക്കലും 4 ചുമരിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മുടെ ഈ പ്രകൃതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. മനുഷ്യന്മാരെത്ര രസമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് ഇറങ്ങി നടക്കുന്ന വേണം. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കണ്ണി കാണുന്നത് ഞാൻ വരക്കും. എൻ്റെ കാഴ്ച എന്താണോ അതന്നെ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരുന്നത്. വരയുടെ ലോകത്തെ ചിറകുകൾ മുളച്ച പെൺകുട്ടി. നാടും നാട്ടുകാരും തന്റെ ചുറ്റുപാടും വഴിവെക്കും കടൽ തീരങ്ങളുമെല്ലാം ഹർഷ തന്റെ ക്യാൻവാസിലൂടെ ജീവൻ നൽകി. ഞാൻ വരച്ചു കൊടുക്കുന്നത് അവരുടെ ലൈഫാണ്. അവർ ഒന്നുകൂടെ മീൻസ് അവരത് കാണുന്നില്ലല്ലോ. ഞാനത് വരച്ച് കാണിക്കുമ്പോൾ അവരതിൽ കൂടെ അവരുടെ ജീവിതം കാണുവാണ്. അത് കണ്ടിട്ട് അവരുടെ ഫേസിലുണ്ടാവുന്ന ആ സ്മൈലുണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. അവരെ തന്നെ കണ്ടിട്ടുള്ള ആ സ്മൈല്, അത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ആ സന്തോഷം പകരം വെക്കാൻ പറ്റാത്ത ഒന്നാണ്. ഓർമ്മകൾക്ക് മാറ്റുകൂട്ടാനും നിലനിർത്താനും നമ്മളിൽ പലരും ക്യാമറ കണ്ണുകൾ ആശ്രയിക്കുമ്പോൾ ഹർഷ പാത്തു തന്റെ മാസ്മരിക വരകളിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നു. വെറും 5 നിമിഷം മതി ഹർഷയ്ക്ക് വരകളിലൂടെ ജീവിതം പകർത്താൻ. ആ ചിത്രങ്ങൾക്ക് പിന്നിൽ ഒരുപാട് കഥകൾ ഉണ്ടാകും. ആ കഥകളിൽ ഹർഷയും ഒരു കഥാപാത്രമാണ്. ഇനിയും പല കടന്നുപോയ നിമിഷങ്ങളെ തന്റെ കാഴ്ചയിലൂടെ ലോകത്തെ പരിചയപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓ, അടിപൊളി. ശരിക്കും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാർലി സ്റ്റൈൽ പോലെ എനിക്ക് തോന്നി. അതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. നമ്മൾ എന്തായാലും മീറ്റ് ചെയ്യേണ്ട ഒരാൾ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഹർഷ പാത്തു. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമ്മളിങ്ങനെ വീഡിയോ ഇത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. കാരണം അതിൽ കാണുന്ന ഓരോ വിഷ്വൽസും നമുക്കിങ്ങനെ മനസ്സിലാവുന്നുണ്ട്. അതായത് ചാർലി സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി അവർക്കൊരു സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുനിന്ന് വരുന്ന ഒരു ചിരി, അത് ഭയങ്കര പ്രൈസ്ലെസ് ആണെന്ന്. അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഹർഷ, അല്ലേ? സോ പറയൂ ഹർഷ, എങ്ങനെയാണ് ഈ ഒരു ജീവിതം അല്ലെങ്കിൽ ഈ ഒരു എന്റർടൈൻമെന്റ് എങ്ങനെ കാണുന്നു? ഭയങ്കര രസമായിട്ട് പോകുന്നു. ഇപ്പോ നമുക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക, നമ്മൾ കാരണം വേറൊരു മനുഷ്യൻ ഹൃദയത്തിൽ നിന്ന് ചിരിക്കുമ്പോ ഒക്കെ ഭയങ്കര രസമാണ്. അതെ. ആൻഡ് ഈ ചാർലി സിനിമ ഇറങ്ങുന്നതിനൊക്കെ മുന്നേ ഇങ്ങനെ യാത്ര ചെയ്യാനും വരയ്ക്കാനൊക്കെ തുടങ്ങിയതാണോ? ആദ്യം വരക്കും, പക്ഷെ അത് വരച്ചിട്ട് വരച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴല്ലേ നമ്മൾ ആ റിയാക്ഷൻ കാണുമ്പോഴും ആ രസം അതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വരച്ച് നമ്മുടെ പുസ്തകത്തിൽ വെക്കും. അതൊരാൾ കണ്ട് അവരുടെ റിയാക്ഷൻ ഇങ്ങോട്ട് കിട്ടുമ്പോഴായിരുന്നു, അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഇപ്പൊ ഇത് ആ പുസ്തകവും ഇതൊക്കെ എന്താണ് ഈ പേപ്പറും പുസ്തകവും ഒക്കെ. ഇതില് ഒരു സർപ്രൈസ് ഉണ്ട്. ആരാണത്? ഇതിപ്പോ വരച്ചതായിരിക്കുമല്ലോ അപ്പൊ, കാരണം അതേ ഇത് ഇങ്ങനെ ഇരിക്കുന്ന അത് തന്നെ. സോ എലിഗന്റ്. അടിപൊളി അടിപൊളി, സൂപ്പർ. എനിക്ക് ഇത് പിക്ചർ ഓഫ് എ ലൈഫ് ടൈം ആണ്. താങ്ക് യു സോ മച്ച്. ഇവിടെ ഇങ്ങനെയാണ് ഇരുന്നത്, വല്ല അറിഞ്ഞോ ഇങ്ങനെ ഇരുന്നതെന്ന്? ഇരുന്നത് ഒരു ഐ റിമെമ്പർ ദാറ്റ്. കുറെ ആലോചിച്ചിട്ടാണ് ഐ ഡു തിങ്സ്. സോ പക്ഷെ അവിടെ നിൽക്കുന്ന കണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചില്ല ഇതൊക്കെ വരച്ചെടുക്കുന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു. അടിപൊളി. അപ്പൊ ആ ഒരു ഗിഫ്റ്റ് അവിടെ ഇരിക്കട്ടെ. സാധാരണ എല്ലാവരും പടം വരയ്ക്കുന്നത് ഈ പറഞ്ഞ പോലെ നേച്ചർ വരയ്ക്കും, ചിലര് മൃഗങ്ങൾ, അങ്ങനെയൊക്കെ വരയ്ക്കും. പക്ഷെ ഈ കണ്ണിൽ കാണുന്ന ആ ഒരു കാര്യങ്ങൾ പകർത്തിയിട്ട്, അതായത് ജീവിതം, ലൈഫ് എന്ന് തന്നെ പറയാം, അവരുടെ ആ മൊമെന്റിൽ അവർ ജീവിക്കുകയാണ്, ആ ലൈഫിനെയാണ് വരച്ചിട്ട് അവർക്ക് തന്നെ സമ്മാനിക്കുന്നത്. അതൊരു നല്ലൊരു കോൺസെപ്റ്റാണ്, നല്ലൊരു കഴിവാണ്. അപ്പോൾ അതിലേക്ക് ഫാമിലി സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? എന്താ പറയുക, ആദ്യമൊന്നും വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല.
ഞാൻ ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. മലപ്പുറം ഭാഗത്ത് അല്ലേ? അപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്ക് വരയ്ക്കുന്നതിന് ഇപ്പം എന്താണെന്ന് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ ഫാമിലിയിൽ അതും ജീവനുള്ള ഒരു സാധനത്തിന് വരയ്ക്കാൻ പാടില്ല എന്നുള്ള കുറേ വിലക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ജീവനുള്ള സാധനത്തിന് പോലും വരയ്ക്കാൻ പാടില്ല. വരയ്ക്കാൻ പാടില്ല. പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ എന്താ വരച്ചാൽ അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനൊക്കെ തരണം ചെയ്താണ് ഇന്നിവിടെ ഫാമിലിയുടെ ഉള്ളിൽ തന്നെ അത് സ്ട്രഗിൾ ചെയ്ത് ഓവർകം ചെയ്ത് വന്ന ഒരാളാണ്. അപ്പം ഫാമിലിയിൽ ഒരാൾ പോലും ഇങ്ങനെ വരയ്ക്കുന്നതിലോ അല്ലെങ്കിൽ ഇതുപോലെ യാത്ര ചെയ്യുന്നതിലോ ഒന്നും സപ്പോർട്ടില്ല? എൻ്റെ ഉമ്മ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ വരയ്ക്കാൻ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയത് എൻ്റെ ഉമ്മയാണ്. ഉമ്മ ഈ ഫ്ലവേഴ്സൊക്കെ വരച്ചു വെക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ വരയ്ക്കുന്നത് കണ്ടിട്ട് ഉമ്മയാണ് പിന്നെ കുഞ്ഞിലെ എന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നത്. പിന്നെ ഇങ്ങനെ ആൾക്കാരെ വരയ്ക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പ തറയിലൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വരയ്ക്കും. പക്ഷെ അന്ന് ഒരു ജീവനുള്ള സാധനമാണല്ലോ. അപ്പം അതിനെ വരയ്ക്കരുത്, ജീവനുള്ളൊന്നും വരയ്ക്കരുത് എന്നുള്ളൊരു വിലക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്കൂളിൽ പോയിട്ട് വരയ്ക്കും. എനിക്ക് വരയ്ക്കണ്ടായിരുന്നു. അപ്പം എത്ര വിലക്കുണ്ടെങ്കിലും അത് ചെയ്യണം. അത് ചെയ്യുമ്പോഴാണ് പാത്തുവിന്റെ ഒരു സോള് ഹാപ്പി ആവുള്ളൂ. മീരയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നിയ ഒരു ഡെപ്തിന് പറഞ്ഞാൽ അവളുടെ മനസ്സിലുള്ള ഹാപ്പിനെസ് അവള് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട്, പങ്ക് കൊടുക്കുന്നുണ്ട്. അതും സോ മച്ച്. എത്രയാണ് സന്തോഷം. ഇത് നമ്മള് ഹർഷ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താൽ അപ്പോഴത്തെ ഉള്ള സന്തോഷമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷേ സംതിങ് ലൈക്ക് ദിസ് ഇസ് പ്രൈസ്ലെസ്. അപ്പൊ അതിന് കിട്ടുന്ന ഒരു റിയാക്ഷൻ അല്ലേ സ്പീച്ച്ലെസ് ആയി മാറും. അതിനപ്പുറം ഒന്നുമില്ല, പറയാനേ ഇല്ല. ഇറ്റ് ഈസ് ചിലർക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ അവരെന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല, മോളൊന്ന് വരച്ചല്ലോ. അവര് കണ്ണ് നിറഞ്ഞിട്ട് അത് പറയാ. ബിഗ് സർവീസ് ദാറ്റ് ഷീ ഈസ് ഡൂയിങ് ആൻഡ് കംസ് ഫ്രം ദ ഹാർട്ട്. അതെ. അതായത് എങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ഫാമിലി സപ്പോർട്ട് ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ ഏർണിങ്സ് ഒക്കെ എങ്ങനെയാണ്, എന്താണ് ഇപ്പോൾ കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? പടം വരച്ചിട്ട് എന്തായാലും നമ്മൾ ഒരു പൈസ സമ്പാദിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ല ഹർഷയ്ക്കുള്ളത്. സോ വേറെ എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാനും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അതും പഠിച്ചോ? അതെയോ? അത് ഞാൻ ഫൈൻ ആർട്സ് ആണ് കോഴ്സ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് പഠിച്ചു. പിന്നെ ചെറുപ്പം തൊട്ടിട്ട് ഞാൻ എന്ന ആർട്ടിസ്റ്റ് കൂടെയാണ്. എനിക്ക് ആദ്യം വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഞാൻ ഫൈൻ ആർട്സ് പഠിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ഒക്കെ മൈൻഡിൽ വരയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ വരച്ചാലൊന്നും എവിടെ എത്തില്ല, വരച്ചുകൊണ്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുക, നാളെ ജീവിക്കണ്ടേ. ഈ വരക്കുന്ന അങ്ങനെ കോളേജിൽ പോണവരൊക്കെ ഭ്രാന്തന്മാരായിട്ട്, മീൻസ് ഉപ്പാൻ്റെ ഫ്രണ്ട്സും അവരൊക്കെ കാണുന്ന എല്ലാവരും അങ്ങനെ ആവുമെന്നാണ് ഉപ്പാൻ്റെ വിചാരം. അപ്പോൾ അത് പഠിക്കാൻ പോവുകയാണെങ്കിൽ ഉപ്പ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യില്ല, വീട്ടിൽ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് 2 കാലുണ്ട്, കൈയുണ്ട്, വരയ്ക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ എനിക്ക് എന്തുകൊണ്ട് ഏൺ ചെയ്തുകൂടാ തോട്ട് വന്നു. അപ്പൊ എന്നിട്ട് ഞാൻ പിന്നെ മെഹന്തി വർക്കിനും കല്യാണത്തിനൊക്കെ പോയി ചെറിയ എമൗണ്ടാ കിട്ടുക. എന്നാലും കൂടി അതിനൊക്കെ പോയി. പിന്നെ ഫൈൻ ആർട്സ് ഗവൺമെന്റ് കോളേജാ. നമുക്ക് ഇങ്ങോട്ട് മെറ്റീരിയൽസ് ഒക്കെ തന്ന് നമുക്ക് പഠിക്കാം. എനിക്കാകെ വരുന്നത് എൻ്റെ ഫുഡും ഞാൻ നിൽക്കുന്നതും അത് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അതവിടുന്ന് അങ്ങനെ തരണം ചെയ്തു. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് പഠിച്ച് ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ പോവാനുള്ള പ്ലാനിലാണ്. ഈ ബുക്കിലാണോ ഈ പറഞ്ഞ, ഇതെന്താണ് ഈ ബുക്കിലുള്ളത്? ബുക്കിലാണ് ഞാനിങ്ങനെ അപ്പം കാണുന്നത്. എനിക്ക് രസമായി തോന്നുന്നതൊക്കെ ഞാനിങ്ങനെ വരയ്ക്കും. നമുക്കൊന്ന് ചുമ്മാ നോക്കാം എന്തൊക്കെയാണ് ഈ ബുക്കിൽ കാണുന്ന. ഫസ്റ്റ് ഇങ്ങനെ വരച്ചത് ആരെയെന്ന് ഓർമ്മയുണ്ടോ? അതായത് ഫസ്റ്റ് ഇങ്ങനെ ഒരു കണ്ണിൽ കാണുന്ന ജീവിതം പകർത്തുന്ന ടൈമിൽ ആദ്യം ആരെ അങ്ങനെ ഓർമ്മയുണ്ടോ? ഇല്ല, ഞാൻ വരക്കുന്നുണ്ടായി, ആദ്യം തന്നെ വരക്കുന്നുണ്ടായി. പക്ഷെ കാണിച്ചു കൊടുക്കുന്നതൊക്കെ ഈ അടുത്താണ് കാണിച്ചു കൊടുക്കും. വീഡിയോ എടുക്കലൊക്കെ ഈ അടുത്താണ് ചെയ്തു തുടങ്ങിയത്. മനസ്സിലായി. അത് വീഡിയോ എടുക്കുമ്പോൾ അത് കാണാൻ കുറെ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് പിന്നെ വീഡിയോ എടുത്തു തുടങ്ങിയത്. എനിക്കത് നേരിൽ കാണുമ്പോൾ തന്നെയാണ് സന്തോഷം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ടൂറൊക്കെ പോവാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഫോട്ടോസ് ഒക്കെ എടുക്കുക. അപ്പൊ ഫോട്ടോസ് പക്ഷെ നമുക്ക് കിട്ടില്ല. അവര് പിന്നെ വേറെ തിരക്കിൽ പോയി പിന്നെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ ആദ്യം കൊടുക്കില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ വരയ്ക്കുന്നത് അപ്പപ്പ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി അല്ലേ? ശരി, എന്തായാലും ഇത് കൂടെ വന്നിരിക്കുന്ന ആളെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം.
പേര് പറയൂ. ജോബിൻ വർഗീസ്. ജോബിൻ വർഗീസ്. ജോബിൻ എന്ത് ചെയ്യുന്നു? ഞാനും ആർട്ടിസ്റ്റാണ്, ഫ്രീലാൻസ് ആർട്ടിസ്റ്റാണ്. ഫ്രീലാൻസ് വരക്കിൽ തന്നെ. അതെ, അതെ. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഫൈൻ ആർട്സിൽ പഠിച്ചതാണോ? അതെ അതെ പഠിച്ചതാണ്. അപ്പൊ താങ്കളും ഇതേപോലെ തന്നെയാണോ? എല്ലാവരെയും കാണുന്നു, വരയ്ക്കുന്നു, അവർക്ക് കൊടുക്കുന്നു, അങ്ങനെയാണോ? ഞാന് കാണിച്ചു കൊടുക്കലും കാണിച്ചു കൊടുക്കലില്ല, വരച്ചു വെക്കലേ ഉള്ളൂ. എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെ വരച്ചങ്ങോട്ട് വെക്കും. കാണിച്ചു കൊടുക്കുന്ന ഒരു രസമായപ്പോഴാണ് ഞാൻ ഇതിന്റെ പിറകെ പോയത്. അപ്പൊ ഈ പണി എടുക്കുന്നുണ്ട്. ഈ ഒരു ഐഡിയ എങ്ങനെയുണ്ടെന്ന് തോന്നി? ഹർഷയുടെ ഈ ഒരു ഐഡിയ ഐഡിയ നല്ലതാണ്. നല്ലതാണ്. നമുക്കും വേണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം അല്ലേ? അതെ അതെ. ശരി, അപ്പൊ എന്തായാലും കാണാൻ സാധിച്ചതിൽ സന്തോഷം. ഇനി